മയക്കുമരുന്ന് വിൽപ്പന കേസ് പ്രതിയെ പിറ്റ് NDPS പ്രകാരം കരുതൽ തടങ്കലിലാക്കി പാരിപ്പള്ളി പോലീസ്. പാരിപ്പള്ളി തെറ്റിക്കുയിലുള്ള 34 വയസ്സുള്ള ഗോകുൽനാഥിനെ ഇന്നലെ പിറ്റ് NDPS ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് സെൻട്രൽ പ്രിസണിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ ഗോകുൽനാഥിന് 10ഓളം NDPS കേസുകൾ, കഞ്ചാവ് കടത്തിയതിനും MDMA കടത്തിയതിനും വിൽപ്പന നടത്തിയതിനുമായിട്ട് നിരവധി കേസുകളാണ് പാരിപ്പള്ളി സ്റ്റേഷൻ പരിധിയിൽ ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ കച്ചവടക്കാരിൽ ഒരാളായിട്ടാണ് അയാൾക്ക് ഈ റിപ്പോർട്ട് കൊടുത്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇയാൾക്ക് കരുതൽ തടങ്കലിനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി DGP മുഖാന്തരം ഗവൺമെൻറ്റിൽ അയച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇയാളെ പിറ്റ് NDPS ആക്ട് പ്രകാരം കരുതൽ തടങ്കലിലാക്കിയിട്ടുള്ളത്. പാരിപ്പള്ളി തെറ്റിക്കുഴി ആശാരിവിള വീട്ടിൽ ഗോപിനാഥൻ മകൻ 33 വയസ്സുള്ള ഗോകുലിനെയാണ് പാരിപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയച്ചത്. ലഹരി വസ്തുക്കളുടെ നിയമവിരുദ്ധമായ കടത്തും വിതരണവും നടത്തുന്ന വ്യക്തികളെ കരുതൽ തടങ്കലിലാക്കി പാർപ്പിച്ച് അവരുടെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കർശന നിയമം നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാരക ലഹരി മരുന്നായ MDMA ചില്ലറ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവരുന്നതിനിടെ ഇയാൾ പിടിയിലായിരുന്നു. ഇതുകൂടാതെ 2023 മുതൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത NDPS കേസുകളിൽ ഗോകുൽ പ്രതിയാണ്. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന ചാത്തന്നൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, പാരിപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ എന്നിവർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് കേരള ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കരുതൽ തടങ്കലിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. പാരിപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടി ജയിലടയ്ക്കുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.